അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുമ്പോൾ കേരളത്തിലും പ്രാർത്ഥനയോടെ വിശ്വാസികൾ ക്ഷേത്രങ്ങളുടെയും ആശ്രമങ്ങളുടെയും നേതൃത്വത്തിൽ പ്രത്യേക പൂജകളും ആഘോഷങ്ങളും നടന്നു. തത്സമയം വീക്ഷിക്കാനും വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ജനുവരി 22-നുള്ള ഒരുക്കങ്ങൾ കേരളത്തിലും നേരത്തെ തുടങ്ങിയിരുന്നു. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുമ്പോൾ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തത്സമയ സംപ്രേഷണം വിശ്വാസികൾ പ്രാർത്ഥനയോടെ വീക്ഷിച്ചു. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ഉൾപ്പെടെ ദർശനത്തിന് ഭക്തരുടെ തിരക്കായിരുന്നു. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും നടന്നു. തലസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണം ഉൾപ്പെടെ പ്രത്യേക പരിപാടികൾ നടന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ജസ്റ്റിസ് ഹരിഹരൻ, ISRO മുൻ ചെയർമാൻ മാധവൻ നായർ ഉൾപ്പെടെയുള്ളവർ രമാദേവി മന്ദിരത്തിലെ പ്രത്യേക പരിപാടികളിൽ പങ്കെടുത്തു. കോട്ടയം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പങ്കെടുത്തു. കേരളത്തിൽ രാമതരംഗമാണെന്ന് K. സുരേന്ദ്രൻ. കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതലുള്ള ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ന് വൈകുന്നേരം നിങ്ങൾ നോക്കിക്കോ, കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വലിയ ദീപക്കാഴ്ചയായിരിക്കും കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. ചടങ്ങ് തത്സമയം വീക്ഷിക്കാനായി മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കർ എത്തിയത് വയനാട് സുൽത്താൻ ബത്തേരി മഹാഗണപതി ക്ഷേത്രത്തിൽ. രാജ്യം മുഴുവൻ കാത്തിരുന്ന ചടങ്ങെന്ന് പ്രകാശ് ജാവേദ്കർ. World is today chanting Shri Ram Jai Ram Jai Jai Ram, because after 500 years of struggle, Ram has got his own house and a grand temple has come out. പത്തനംതിട്ടയിൽ പുലർച്ചെ രാമനാമ പരിക്രമയാത്ര നടത്തി. വലിയ സ്ക്രീനിൽ പ്രാണപ്രതിഷ്ഠ തത്സമയ സംപ്രേഷണവും ഒരുക്കിയിരുന്നു. കൊല്ലത്തും വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷ പൂജകളും ഭജനകളും നടന്നു. പ്രാണപ്രതിഷ്ഠാ സമയം മധുരം വിതരണം ചെയ്തു. കോഴിക്കോട് 500ഓളം കേന്ദ്രങ്ങളിൽ രാമഭക്ത ജനസംഗമം നടന്നു. സംസ്ഥാനത്ത് വിപുലമായ സംവിധാനമാണ് രാമപ്രതിഷ്ഠയോടനുബന്ധിച്ചൊരുക്കിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ടീം റിപ്പോർട്ട്.